കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വലമായ മുന്നേറ്റം കൈവരിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇന്നത്തെ. അതിൻ്റെ ഭാഗമായി കാസർഗോഡ് പാർലമെൻറ്റ് നിയോജക മണ്ഡലം ഇത്തവണ LDF തിരിച്ചു പിടിച്ചിരിക്കും. വലിയൊരു ഭൂരിപക്ഷത്തോടെ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന MP ബാലകൃഷ്ണൻ മാസ്റ്റർ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും. കാരണം പഴയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൂടുതൽ ജനങ്ങൾ LDFിൽ വിശ്വാസ്യത അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ആശയകേന്ദ്രമായി LDF മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. രാജ്യത്ത് മതനിരപേക്ഷത നിലനിൽക്കണമെങ്കിൽ, ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെങ്കിൽ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയ പ്രതിനിധാനമായിട്ടുള്ള LDF വിജയിച്ചേ മതിയാകൂ എന്നുള്ള ബോധ്യം പ്രത്യേകിച്ച് മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ശക്തിയായി വളർന്നു വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജനദ്രോഹ നയങ്ങൾ ഇതിനെതിരായും ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് BJPക്ക് ബദലായി പ്രവർത്തിക്കാനോ കോൺഗ്രസിൽ എന്നുള്ള രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് വിശ്വാസ്യത ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യം കൂടിയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ചും ഇടത് കരുത്തിൻ്റെ നാടായിട്ടുള്ള കേരളം വർഗീയാസ്വാസ്ഥ്യങ്ങൾക്കും വർഗീയ കലാപങ്ങൾക്കുമെല്ലാം എതിരായി ഏറ്റവും ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലുൾപ്പെടെ സർക്കാർ നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികളും നാടിൻ്റെ വികസന പദ്ധതികളും ലോക ശ്രദ്ധ പിടിച്ചുപറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇടത് കരുത്ത് വർദ്ധിപ്പിക്കണമെന്നും ദേശീയ രാഷ്ട്രീയത്തിൽ ഇടത് കരുത്ത് വർദ്ധിക്കണമെന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് ജനങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ വിജയം ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സുനിശ്ചിതമാണ്.